സുപ്രഭാതം. ട്രഡീഷണലി കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? കുട്ടികളുടെ കാര്യമാണെങ്കിലും, കുട്ടികളുടെ പഠിപ്പിൻ്റെ കാര്യമാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ജോലിയുടെ കാര്യമാണെങ്കിലും, അച്ഛനമ്മയും ഉണ്ടെങ്കിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അങ്ങനെ നമ്മുടെ ജീവിതം ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നന്നായി പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അല്ലെങ്കിൽ വൈകുന്നേരത്ത് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? എല്ലാ ഹിന്ദു ഭവനങ്ങളിലും നമ്മൾ ചെയ്തു പോരുന്ന ഒരു കാര്യമാണ് വൈകിട്ട് സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത്. ചിലർ രാവിലെയും വൈകിട്ടും, ചിലർ വൈകുന്നേരം മാത്രമായിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും ചില സമയത്ത് ചില കാര്യങ്ങളൊന്നും ശരിയായി വരത്തില്ല. ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും തന്നെ നടക്കത്തില്ല. ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും അത് കുറേയേറെ പരിശ്രമവും അധ്വാനവും സമയവും ഒക്കെ വേണ്ടി വന്നേക്കാം. അപ്പോൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് നടക്കാതെ വരുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം നിരാശയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണല്ലോ, ഞങ്ങളുടെ വീട്ടിൽ നന്നായിട്ട് എല്ലാം ചെയ്യുന്നവരാണ്, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നോക്കി നടത്തുന്നവരാണ്, എന്നിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും നടക്കാത്തത് എന്നൊക്കെ നമുക്ക് വളരെയധികം വിഷമങ്ങളും നിരാശകളും ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ? അപ്പോൾ മിക്കവാറും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരേപോലെ ആയിരിക്കത്തില്ല നമ്മുടെ ജീവിതം പോകുന്നത്. ചില സമയത്ത് നല്ല ഉയർച്ചയിലേക്കും, ചില സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള ഒരു താഴ്ചയും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതങ്ങനെയാണ്, അതാണ് പ്രകൃതി നിയമം. ഒരു കുന്നിന് ഒരു കുളവും, ഒരു കയറ്റത്തിന് ഒരു ഇറക്കവും ഉണ്ടാവും. ആരുടെ ജീവിതവും ശാശ്വതമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകത്തില്ല. എന്നിരുന്നെങ്കിൽ പോലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതം ഒരു ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകണം. ആ ഒരു സമയത്താണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഉയർച്ചയിലേക്ക് പോകണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായി നടക്കണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴത്തേക്കാണ്, ആ സമയത്താണ് നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, ബ്രഹ്മമുഹൂർത്ത വിളക്ക് ഒരു പരിഹാര വിളക്കാണല്ലേ? പരിഹാര വിളക്കാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം നമ്മളൊരു പ്രാർത്ഥന വെച്ചിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ആഗ്രഹം നടക്കും. എന്തായാലും ആഗ്രഹം നടക്കും എന്ന് പറയുന്നത് ചിലപ്പോൾ അത് നേരിട്ടായിരിക്കത്തില്ല. ചിലപ്പോൾ അതിന് വേണ്ടി വഴി നമുക്ക് ഒരുക്കി തരുമായിരിക്കും. അത് നമ്മൾ തന്നെ അത് സക്സസ്സിലേക്ക് എത്തിക്കണമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം സക്സസ് ആകുന്നത് പലപ്പോഴും കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത് വഴിയാണ്. നമ്മളൊരു തീരുമാനം, ഒരു കാര്യം വരുവാണെങ്കിൽ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് സക്സസ്സിലേക്ക് നമുക്ക് പോകുന്നു എന്ന് പറയാനൊക്കെ ഉള്ളൂ. തെറ്റായ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയതിലും നമ്മൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോയി വരാം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത്, ബ്രഹ്മമുഹൂർത്ത വിളക്ക് വയ്ക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് നമുക്ക് ഒരു പാത തുറന്നു കിട്ടും. അതായത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഒരു നേർവഴി നമുക്ക് തുറന്നു കിട്ടും. ഒരിക്കലും നമ്മൾ തെറ്റായ വഴിക്ക് പോകത്തില്ല, നമ്മൾ നേർവഴിക്ക് തന്നെയായിരിക്കും. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലായ്പ്പോഴും നമുക്ക് ശരിയായിട്ട് വരും. അതാണ് ബ്രഹ്മമുഹൂർത്ത വിളക്കും പൂജയും കൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കൂടാതെ ബ്രഹ്മമുഹൂർത്ത വിളക്കും അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത പൂജ, അല്ലെങ്കിൽ അത് തന്നെയല്ല, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഏത് വീട്ടിലാണെങ്കിലും ആ വീട്ടിൽ വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് നടക്കും. വിചാരിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് അനുഭവത്തിൽ വരും. അതാണ് സത്യം. നമുക്കെല്ലാവർക്കും അറിയാം, ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മളുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം ഉറപ്പായിട്ടും നിറവേറും. അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ഒരു സമയമാണ് ബ്രഹ്മമുഹൂർത്തം. ആ ബ്രഹ്മമുഹൂർത്ത വിളക്കും അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത പൂജയും ചെയ്യുന്നത് വഴി നമുക്ക് അത്രയേറെ ഐശ്വര്യങ്ങൾ നമ്മളുടെ വീട്ടിൽ ഉണ്ടാകും.
ഇനിയിപ്പോൾ നമുക്ക് പ്രാർത്ഥനകളൊന്നുമില്ല, അല്ലാണ്ട് വെറുതെ തെളിയിക്കാനാണെങ്കിലും ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമുക്ക് തെളിയിക്കാവുന്നതാണ്. ഒരു പ്രാർത്ഥന വയ്ക്കുവാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് 21 ദിവസമാണോ അല്ലെങ്കിൽ 48 ദിവസമാണോ എന്ന് നോക്കിയിട്ട് അത്രയും ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ നമ്മൾ തെളിയിക്കണം. ഇല്ല, അത്രയും എനിക്ക് ചിലപ്പോൾ മുടങ്ങിപ്പോകും, ചിലപ്പോൾ ഇടയ്ക്ക് എനിക്ക് വിളക്ക് വയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന ആശങ്കയുള്ളവർ അതോർത്തിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോഴൊക്കെയാണോ നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത് അപ്പോഴൊക്കെ നമുക്ക് വിളക്ക് തെളിയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതിൻ്റെ ഫലം ഉറപ്പായിട്ട് നമുക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇന്ന് ശ്രീ മഹാദേവന് അഭിഷേകം ചെയ്തു. സാധാരണ ജലത്തിലാണ് അഭിഷേകം നടത്തിയത്. അഭിഷേകം ചെയ്തതിന് ശേഷം 108 അഷ്ടോത്തരം ചൊല്ലി ഭസ്മം കൊണ്ട് അർച്ചന ചെയ്തു. ധൂപാരാധനയെല്ലാം ചെയ്തു, പൂക്കളെല്ലാം സമർപ്പിച്ചു, നിവേദ്യമൊക്കെ നൽകി. അങ്ങനെയായിരുന്നു ഇന്നത്തെ പൂജ ചെയ്തത്. പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയിരുന്നു. ബ്രഹ്മമുഹൂർത്ത വിളക്ക് കൊളുത്തിയതിന് ശേഷമാണ് പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തിയത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബ്രഹ്മമുഹൂർത്ത വിളക്ക് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നന്ദി.